കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചില മാധ്യമങ്ങൾ ഒരു വലിയ വാർത്ത വളരെ ആവേശത്തോടെ ആഘോഷിക്കുകയായിരുന്നു. ശ്രീലങ്കയിലെ കൊളംബോയിൽ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിർണായകമായ രഹസ്യ ചർച്ചകൾ നടന്നു എന്നതായിരുന്നു ആ വാർത്ത. മോദി സർക്കാർ പാകിസ്ഥാനോടുള്ള തങ്ങളുടെ കടുത്ത നിലപാടിൽ മയപ്പെടുത്തൽ വരുത്തിയോ? അതിർത്തി കടന്നുള്ള ഭീകരവാദം തുടരുമ്പോഴും പാകിസ്ഥാനുമായി ഇന്ത്യ വീണ്ടും ചർച്ചാ മേശയിലേക്ക് പോവുകയാണോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം യാതൊരു സംശയങ്ങൾക്കും ഇട നൽകാത്ത വിധം അസന്നിഗ്ധമായ ഒരു മറുപടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. ഇല്ല, ഇന്ത്യയുടെ നിലപാടിൽ ഒരു മാറ്റവുമില്ല. യാതൊരുവിധ രഹസ്യ നീക്കങ്ങളും നടന്നിട്ടുമില്ല. കൊളംബോയിൽ നടന്നുവെന്ന് പറയപ്പെടുന്ന ഈ അനൗപചാരിക ട്രാക്ക് 2 ചർച്ചകളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് വിദേശകാര്യ മന്ത്രാലയം ചെയ്തിരിക്കുന്നത്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചു. ഈ പറയപ്പെടുന്ന ചർച്ചകളിൽ കേന്ദ്ര സർക്കാരിന് യാതൊരു പങ്കുമില്ല. ഇത്തരം സ്വകാര്യ പരിപാടികൾക്ക് ഇന്ത്യ ഒരു തരത്തിലുള്ള ഔദ്യോഗിക പിന്തുണയോ അംഗീകാരമോ നൽകുന്നില്ല. വിരമിച്ച ഉദ്യോഗസ്ഥരോ സിവിൽ സൊസൈറ്റി അംഗങ്ങളോ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ്. അതൊരിക്കലും ഇന്ത്യ ഗവൺമെന്റിന്റെ ഔദ്യോഗിക നിലപാടല്ല. വാസ്തവത്തിൽ കൊളംബോയിൽ നടന്ന ഈ മീറ്റിംഗിന് കേന്ദ്ര സർക്കാർ യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള ഒരു സ്വകാര്യ സംഘടന കൊളംബോയിലെ ഒരു ഹോട്ടലിൽ വെച്ച് നടത്തിയ ഒരു പരിപാടിയെയാണ് ചിലർ ഇന്ത്യ പാക് രഹസ്യ ചർച്ചയായി പെരുപ്പിച്ച് കാണിച്ചത്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് മുൻ കരസേനാ മേധാവി ജനറൽ MM നരവാനെ, റാം മാധവ് തുടങ്ങിയവരൊക്കെ ഇതിൽ പങ്കെടുത്തിരുന്നു. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് മുൻ നയതന്ത്രജ്ഞരും ചില ഉദ്യോഗസ്ഥരും ഒക്കെ പങ്കെടുത്തിരുന്നു. അതിർത്തി പ്രശ്നങ്ങളും ഭീകരവാദവും ഒക്കെ ഈ ഹോട്ടൽ മുറിയിൽ ചർച്ചയായി എന്നാണ് ചില റിപ്പോർട്ടുകൾ അവകാശപ്പെട്ടത്. എന്നാൽ യാതൊരു ഔദ്യോഗിക അധികാരവുമില്ലാത്ത കുറച്ചു പേർ ഒത്തുചേർന്ന് നടത്തുന്ന വെറും ചർച്ചകൾ മാത്രമാണത്. അതായത് ഒരു ഇന്ത്യക്കാരനായ നിങ്ങളും പാകിസ്ഥാൻകാരനായ നിങ്ങളുടെ സുഹൃത്തും തമ്മിൽ ഏതെങ്കിലും ഒരു ചായക്കടയിൽ ഇരുന്ന് പെഹൽഗാം വിഷയം ചർച്ച ചെയ്താൽ അത് ഇന്ത്യ പാക് ചർച്ചയാകില്ലല്ലോ. അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഈ വിശദീകരണം വളരെ നിർണായകമാണ്. കാരണം ഭീകരവാദവും ചർച്ചകളും ഒരുമിച്ച് കൊണ്ടുപോകാനാകില്ല എന്ന ഇന്ത്യയുടെ ഉരുക്കുമുഷ്ടി നയത്തിന് ഒരിളവും സംഭവിച്ചിട്ടില്ല എന്ന് ഇത് ലോകത്തിന് മുന്നിൽ അടിവരയിട്ട് ഉറപ്പിക്കുന്നു. പാകിസ്ഥാൻ ഭീകരവാദം അവസാനിപ്പിക്കാതെ അവരുമായി ഒരു തരത്തിലുള്ള ഔദ്യോഗിക നയതന്ത്ര ചർച്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല. വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് വിദേശ രാജ്യങ്ങളിലെ ഹോട്ടലുകളിൽ പോയി ചർച്ചകൾ നടത്താം. പക്ഷെ അത് രാജ്യത്തിന്റെ തീരുമാനങ്ങളെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ പോകുന്നില്ല. ഔദ്യോഗിക തലത്തിൽ പാകിസ്ഥാനെ ബഹിഷ്കരിക്കുന്ന നയം ഇന്ത്യ തുടരുക തന്നെ ചെയ്യും. ചുരുക്കത്തിൽ കൊളംബോയിലെ രഹസ്യ ചർച്ച എന്ന പേരിൽ സെൻസേഷണൽ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്ത പുകമറ വിദേശകാര്യ മന്ത്രാലയം ഒറ്റയടിക്ക് ഇല്ലാതാക്കിയിരിക്കുകയാണ്. രാജ്യസുരക്ഷയുടെയും നയതന്ത്രത്തിന്റെയും കാര്യത്തിൽ യാതൊരുവിധ ഒത്തുതീർപ്പുകൾക്കും രഹസ്യ ഇടപാടുകൾക്കും ഇന്ത്യ തയ്യാറല്ല. പിൻവാതിലൂടെയുള്ള ഒരു നയതന്ത്രവും പാകിസ്ഥാനോടില്ല. നേരെ വാ നേരെ പോ എന്നത് മാത്രമാണ് നമ്മുടെ ലൈൻ. ന്യൂസ് ഡെസ്ക്.